എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മിന്നിത്തിളങ്ങി നടന്ന ഒരു താരമായിരുന്നു രേണുസുതി. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗമാണ്. അപ്പോൾ അതിന് ചികിത്സയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണോ. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ആദ്യത്തെ കീമോയൊക്കെ കഴിഞ്ഞു. അവരിപ്പോൾ വളരെ അവശ്യ നിലയിലാണ്. കാരണം അറിയാം, ഈ കീമോയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ രേണുവും റെസ്റ്റിലാണ്. ഒരുപാട് ആൾക്കാർ രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഏത് രീതിയിലും സഹായിക്കാനൊക്കെ തയ്യാറാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം രേണുസുതി അവരുടെ ചാനലിൽ വന്നിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചു, നമുക്കറിയാമല്ലേ, കൊല്ലം സുധിയുടെ മൂത്ത മകനാണ് കിച്ചു. ഈ ഒരു വിവരം അറിഞ്ഞിട്ട് ഇതുവരെ രേണുസുതിയെ കാണാനോ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു പോലും തിരക്കിയിട്ടില്ല എന്നുള്ളൊരു പരാതി, ഒരു പരിഭവമായിട്ടാണ് രേണു ഇവിടെ വന്നിട്ട് പറയുന്നത്. ഇപ്പോൾ രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ശരിയായിരിക്കും അല്ലേ, അവർ 11 വയസ്സ് മുതൽ നോക്കി വളർത്തിയ ഒരു മകനാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു അസുഖമാണെന്ന് അറിഞ്ഞിട്ടും ഭയങ്കര സീരിയസ് ആണ്. അതിൽ ഇപ്പോൾ അവർ മുടിയെല്ലാം വെട്ടിക്കളഞ്ഞ് രേണുവിൻ്റെ ആ ഒരു കോലം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇത്രയും നാളും ഒരു മകനായിട്ട് കൂടെ നിന്ന് അവർ വളർത്തിയ മകൻ തിരിഞ്ഞു നോക്കിയില്ല, വിളിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഈ ഒരു അവസ്ഥയിൽ അവർക്കതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ എന്തായാലും ചാനലിൽ വന്ന് രേണു ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന്. കിച്ചു ഇല്ല, വന്നിട്ടില്ല, എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു, എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ വാതുക്കെ നിൽക്കുന്നതൊക്കെ. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എൻ്റെ എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ, എൻ്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോൾ ഓടി വരും അവർ. അതുപോലെ എൻ്റെ മാനേജർ കരീഷ്മ, മാനേജർ എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ എൻ്റെ സഹോദരൻ, ഇപ്പോൾ ഈ ക്യാമറ എടുക്കുന്ന എൻ്റെ ഒരു സഹോദരനാണ്. അവനൊരു പ്രതിഫലം പോലും ചോദിക്കാതെ. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക്. പിന്നെ അപ്പുറത്തെ തിരുമേനിയുടെ കൂടെയുള്ള കുട്ടി, അതുപോലെ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ആർക്കും ക്യാൻസർ രോഗം വരരുതെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇതാണ് രേണു പറയുന്നത്. രേണുവിന് നല്ല സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അത്രയും അത്രയും വയസ്സ് മുതൽ നോക്കി വളർത്തിയ ഒരു മകനാണല്ലോ. എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഒന്ന് വിളിച്ചെങ്കിലും തിരക്കാമായിരുന്നു. പക്ഷേ കിച്ചു അതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് രേണു തന്നെ പറയുന്നത്. പിന്നെ രേണു ഇപ്പം ഇതിങ്ങനെ ഈ ചാനലിലൂടെ വന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായും അതൊരു വിവാദമായിട്ട് തന്നെ മാറും. ഇപ്പോൾ രേണുവിനെ ഇഷ്ടപ്പെടുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. ആ ആൾക്കാർ ഫുള്ളും ഈ പറയുന്ന കിച്ചുവിനെതിരായിട്ട് തിരിയും. ഇപ്പോൾ കിച്ചുവിന് അല്ലെങ്കിൽ തന്നെ ഈ ഒരു രേണുവിന് ഇങ്ങനെ ഒരു അസുഖമാണ്, അല്ലെങ്കിൽ അത് ഇത്ര വലിയൊരു അസുഖമാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം കിച്ചു ഏതെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയൊക്കെ ആൾക്കാർ ഭയങ്കര നെഗറ്റീവാണ് കിച്ചുവിന്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരിക്കലും അവൻ കാരണമല്ലല്ലോ ഇങ്ങനെ ഒരു അസുഖം വന്നത്. പിന്നെ ഇങ്ങനെ ഒരു അസുഖം വന്നിട്ടും അവൻ വിളിക്കാത്തതും തിരക്കാത്തതും അത് ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റ് തന്നെയാണല്ലേ. നമ്മൾ കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ തെറ്റിന് തെറ്റെന്ന് തന്നെ പറയണം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ഇത്രയും അവശ്യ നിലയിലാണ് രേണു അല്ലേ. നമ്മളിപ്പോൾ വീഡിയോകളിലൂടെയൊക്കെ കാണുന്നുണ്ട് രേണുവിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ കിച്ചു ഒന്ന് വിളിച്ചെങ്കിലും തിരക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു എന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കാനില്ലല്ലേ. ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരാൾക്കൊരു ആപത്ത് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു രീതിയിൽ ഒന്നും തന്നെ കാണിക്കാതിരിക്കുക. ഇപ്പോൾ നമുക്കറിയാം രേണുവിനെ വെറുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അല്ലേ. അങ്ങനെയുള്ള ആൾക്കാർ പോലും ഇപ്പോൾ രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താ, നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലേ. ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആ ആളോട് ക്രൂരത കാണിക്കില്ല. ആ ആളോട് നമ്മൾക്ക് എന്താ പറയുക, ആളുടെ അസുഖം മാറണം, അല്ലെങ്കിൽ നമുക്ക് സഹതാപം തോന്നും അല്ലേ. അതുപോലെയാണ് ഇപ്പോൾ രേണുവിൻ്റെ കാര്യം. രേണു ഇതിന് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഒരു മിന്നും താരം തന്നെയാണ്. രേണുവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മളെല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. എന്ന് കരുതിയിട്ട് അവർക്കിപ്പോൾ ഇങ്ങനെ ഒരു അസുഖം വന്നതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മൾ അവരെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അവർ പഴയ ചെയ്ത കാര്യങ്ങൾ എടുത്ത് കാണിക്കാനോ ഒന്നും നിൽക്കത്തില്ല. ഈ പറയുന്ന അസുഖങ്ങൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്നതേ ഉള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താ, രേണുവിൻ്റെ ഈ അസുഖമൊക്കെ മാറി പഴയതിലും ഉഷാറായി രേണു തിരിച്ചു വരട്ടെ എന്നാണ് നമ്മുടെയും പ്രാർത്ഥന. കാരണം 34 വയസ്സേ ഉള്ളൂ, എൻ്റെ സെയിം ഏജാണ്. അതുകൂടാതെ ഒരു കുഞ്ഞു മോനും കൂടെ ഉണ്ടല്ലേ. എന്താന്ന് പറഞ്ഞാലും രേണുവിൻ്റെ അസുഖമെല്ലാം മാറി രേണു എത്രയും പെട്ടെന്ന് തന്നെ പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. അപ്പോൾ കിച്ചുവിനോട് എനിക്കും പറയാനുള്ള ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും, എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം മറന്നു കളഞ്ഞിട്ട് ഈ ഒരു അവശ്യ നിലയിൽ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു അവസ്ഥയിൽ ഒന്ന് ചെന്നവരെ കണ്ടു എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് തിരക്കിയെന്നോ ഒന്ന് കരുതിയിട്ടോ ഒന്നും നമുക്ക് സംഭവിക്കാനില്ല. ഈ അസുഖങ്ങളോ അല്ലെങ്കിൽ നാളെ നമുക്കും എന്തെങ്കിലുമൊക്കെ വരാവുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കരുതിയിട്ട് അയാൾക്കൊരു വയ്യായിക വരുന്ന സമയത്തും നമ്മൾ അവരോട് ആ രീതിയിൽ പെരുമാറുന്നത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ കിച്ചു ഇപ്പോൾ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവൻ്റേതായിട്ടുള്ള ബിസിനസ്സൊക്കെ അവൻ തുടങ്ങിയിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ ഒരു ബിസിനസ്, അതുപോലെ തന്നെ ഒരു ചലഞ്ച്, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പുതിയൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ട് ഇപ്പോൾ കിച്ചു ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. വളരെ രസകരമായിട്ടുള്ള ഒരു ചലഞ്ചിങ് വീഡിയോ ആണ്. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം കേട്ടോ. അതിനകത്തിപ്പം ഏതെങ്കിലും കറക്റ്റായിട്ട് എടുത്തിട്ട് ഏത് മിഠായിന്ന് ഗസ് ചെയ്താൽ 200 രൂപ. സ്കൂളിലുള്ള 2 ഏതെങ്കിലും ഒന്നും എടുത്തോ? ഒന്ന് 5 സ്റ്റാർ ആയി. പണ്ഡിതനാണെന്ന് തോന്നുന്നു. കഴിച്ചു നോക്ക്, കഴിച്ചു എടുത്തോ, ഏതെങ്കിലും എടുത്തോ. പേരങ്ങ് മറന്നു. നമ്മളെപ്പോഴും വാങ്ങുന്ന കപ്പലഞ്ചിട്ടുള്ള സാധനം കറക്റ്റാണ്. പാർട്ടി എന്നുള്ള എന്റെ അക്കൗണ്ടും രാജീസ് എന്നുള്ള അക്കൗണ്ട് ഫോളോ ഇട്ടുണ്ടെങ്കിൽ 200 എന്നുള്ള 1000 രൂപ ആയിട്ട് ഇല്ല, ഉറപ്പാ 200 രൂപ കിട്ടിയിട്ടുണ്ട്. അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചിരുന്നു. അപ്പം ഞാൻ 200 എന്നുള്ള 1000 രൂപ ആയിട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്തായാലും കിച്ചു ഇപ്പം ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചലഞ്ചിങ് ആയിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. അതായത് വേറൊന്നുമല്ല, ചലഞ്ചിങ് വീഡിയോ. മിഠായികൾ അത് കഴിച്ചു നോക്കിയിട്ട് അത് ഏത് മിഠായിയാണെന്ന് നമ്മൾ പറയണം. അങ്ങനെ കഴിച്ചിട്ട് കറക്റ്റ് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ 200 രൂപ കിട്ടും. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടൊക്കെ ഇപ്പോൾ കിച്ചു ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കിച്ചു നല്ലൊരു രീതിയിൽ തന്നെ മുന്നേറട്ടെ. ആ മുന്നേറുന്നതനുസരിച്ച് തന്നെ എന്തൊക്കെ കുറ്റങ്ങൾ അല്ലെ ഏതൊക്കെ രീതിയിൽ ഈ പറയുന്ന രേണു ഒരുപക്ഷെ അവന് എന്താ പറയുക, അവനോട് അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു അവസ്ഥയിൽ പോലും രേണുവിനെ ഒന്ന് വിളിക്കാനോ അല്ലോ തിരക്കാനോ അവൻ തയ്യാറാവാത്തത്. അതെല്ലാം മറന്നു കളഞ്ഞിട്ട് ഒന്ന് തിരക്കിയെന്ന് കരുതിയിട്ടോ അല്ലെ ഒന്ന് പോയി കണ്ടു എന്ന് കരുതിയിട്ടോ ഒന്നും സംഭവിക്കാനോ ഒന്നുമില്ലെങ്കിലും എന്താ പറയുക, മൃതപ്പൻ്റെ അമ്മയല്ലേ അല്ലേ. രേണു തന്നെ പറയുന്നുണ്ട് 11 വയസ്സ് മുതൽ എടുത്ത് നോക്കി വളർത്തിയ ഒരു മകനാണെന്ന്. എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം മറന്നുകൊണ്ട് ഇപ്പോഴത്തെ അവരുടെ ആ ഒരു അവസ്ഥയിൽ അവരെ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് പോയി കാണുകയോ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഒരുപാട് ആൾക്കാരാണ് ഇപ്പോൾ രേണുവിനെ കാണാനും അല്ലെങ്കിൽ ഒരു നോക്ക് കാണാനും ഒക്കെ ആയിട്ട് എത്തുന്നത്. ഞാനും ഒന്ന് പോകണമെന്ന് കരുതി തന്നെയാണ് ഇരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ അവരോട് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരുടെ പല കാര്യങ്ങളെക്കുറിച്ച് വിമർശിച്ചിട്ടുണ്ട് എന്നതല്ലാതെ അവരെ നമ്മൾ മനഃപൂർവ്വം ദ്രോഹിക്കാനോ അല്ലെ അവരെ പോയി ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാനോ ഒന്നും തന്നെ നിന്നിട്ടില്ല. ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്നറിഞ്ഞപ്പോഴത്തേക്കും തീർച്ചയായിട്ടും എനിക്കൊന്ന് പോയി കാണണമെന്നുള്ളത് കാണുക തന്നെ ചെയ്യും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് ആൾക്കാർ ചെന്ന് കാണുന്നത് അത്ര നല്ലൊരു ഹൈജീൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് പോയി കാണണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഞാനും പോകും. അപ്പോൾ എനിക്ക് പറയാനുള്ള കിച്ചു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞാലും ഒന്ന് പോയി കണ്ടു എന്ന് കരുതിയിട്ടല്ല, ഒന്ന് വിളിച്ച് തിരക്കിയെന്ന് കരുതിയിട്ട് ഒന്നും തന്നെ സംഭവിക്കാനില്ല. ഇപ്പോൾ കിച്ചു ഒന്ന് വിളിക്കുക അല്ലെ ഒന്ന് പോയി കാണുകയോ ചെയ്താൽ ഒരുപക്ഷെ രേണുവിന് അതൊരു സന്തോഷമായിരിക്കും. പിന്നെ ഇപ്പോൾ രേണു ഈ ഒരു രീതിയിൽ ഈ യൂട്യൂബ് ചാനലിൽ വന്ന് ഇങ്ങനെ പറഞ്ഞത് അതൊരു നെഗറ്റീവേ ഉണ്ടാക്കത്തുള്ളൂ. കാരണം അത് കിച്ചുവിന് ആൾക്കാരെടുത്ത് പൊങ്കാല ഇടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഈ ഒരു വീഡിയോ രേണു ഇട്ടപ്പോഴാണെങ്കിൽ പോലും ഇതിന് താഴേക്ക് ഒരുപാട് നെഗറ്റീവുകൾ വരുന്നുണ്ട് രേണുവിന്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രേണു പറയാതിരിക്കുന്നതായിരിക്കും നല്ലതല്ലേ. വളരെ സമാധാനത്തോടുകൂടി നല്ല രീതിയിൽ ഇരിക്കുക. കാരണം അസുഖം എല്ലാം പെട്ടെന്ന് മാറട്ടെ, മാറും, തിരിച്ചു വരിക തന്നെ ചെയ്യും.